ശയനം ചെയ്യുന്ന രീതിയിലുള്ള വിഗ്രഹപ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം പള്ളികൊണ്ടേശ്വർ ക്ഷേത്രം. തിരുപ്പതി ചെന്നൈ ഹൈവേയിൽ തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിൽ ഊറ്റുകോട്ടെ എന്ന ഗ്രാമമുണ്ട്. ഇവിടെ നിന്നും 3 കിലോമീറ്റർ അകലെ ആന്ധ്ര സംസ്ഥാനത്ത് ചിറ്റൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് സുരുട്ടുപള്ളി. ഇവിടെയാണ് ലോകപ്രശസ്തമായ ശിവക്ഷേത്രമായ പള്ളികൊണ്ടേശ്വർ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിൽ ശിവൻ പള്ളി കൊണ്ടിരിക്കുന്നു. ലോകത്ത് ശിവൻ ശയനം ചെയ്യുന്ന രീതിയിലുള്ള വിഗ്രഹപ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണിത്. ശിവൻ പള്ളി കൊണ്ടിരിക്കുന്നതിനാൽ പള്ളികൊണ്ടേശ്വർ എന്ന നാമത്തിൽ ശിവൻ അറിയപ്പെടുന്നു. ഈ അപൂർവ ക്ഷേത്രം ദർശിക്കുന്നതിന് നിരവധി ഭക്തരാണ് എത്തുന്നത്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയുവാൻ തുടങ്ങി. കടയുന്നതിനിടെ അത്യുഗ്രമായ ഹാലാഹലം എന്ന വിഷം വമിക്കുവാൻ തുടങ്ങി. ഹാലാഹലത്തിന്റെ പ്രഭ കാരണം ദേവന്മാരും അസുരന്മാരും ഓടി ഒളിച്ചു. എല്ലാവരും പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചു. സർവരും കൈലാസത്തിലെത്തി ശിവനെ സ്തുതിച്ച് അഭയം പ്രാപിച്ചു. അങ്ങനെ 3 ലോകങ്ങൾക്കു വേണ്ടി ശിവൻ ഹാലഹാലത്തെ ഒരു ഞാവൽപ്പഴത്തിന്റെ ആകൃതിയിലാക്കി വിഴുങ്ങി. ഉടൻ തന്നെ പാർവതി ശിവന്റെ കണ്ടത്തെ അമർത്തിപ്പിടിച്ചു. അങ്ങനെ വിഷം ഉള്ളിലേക്ക് ഇറങ്ങാതെ കഴുത്തിൽ തന്നെ ഉറച്ചു. അവിടെ നീലശോഭയോടെ തിളങ്ങി. അങ്ങനെ ശിവൻ ത്യാഗത്തിന്റെയും ദേവനായി, നീലകണ്ഠനായി അറിയപ്പെട്ടു. അപ്പോൾ ശിവൻ ഒരു മോഹാലാസ്യമുണ്ടായി. ഇത് കണ്ട പാർവതി ശിവന്റെ ശിരസ് പിടിച്ച് മടിയിൽ കിടത്തി. 30 മുക്കോടി ദേവന്മാരും ശിവന്റെ അടുത്തെത്തി. അങ്ങനെ ഭഗവാൻ ആദ്യമായി പള്ളി കൊണ്ടു പാർവതിയുടെ മടിയിൽ തല ചായ്ച്ച് മയങ്ങി. അങ്ങനെ പള്ളികൊണ്ടേശ്വരനായി. നന്ദത്തിൽ ആറാടി. അങ്ങനെ പള്ളി കൊണ്ട ശിവനു ചുറ്റും ദേവന്മാർ നിന്നതിനാൽ സുരരർ പള്ളി എന്ന പിന്നീട് ഈ സ്ഥലം സുരുട്ടുപള്ളി എന്ന സ്ഥലനാമത്തിൽ പ്രസിദ്ധമായി. ഈ ക്ഷേത്രത്തിൽ പ്രത്യേകം കോവിലിൽ ശിവൻ പാർവതിയുടെ മടിയിൽ തലചായ്ച്ച് സകല ദേവന്മാരാലും പൂജ്യനായി ശയിക്കുന്ന അപൂർവ പ്രതിഷ്ഠ ദർശിക്കാനാവുന്നതാണ്. വാത്മീകി മഹർഷി യുഗങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ വന്ന് ശിവനെ പൂജ ചെയ്തു പോന്നു. മഹർഷിയുടെ പൂജയാൽ സന്തുഷ്ടനായ മഹേശ്വരൻ സ്വയംഭൂലിംഗമായി പ്രത്യക്ഷനായി. ക്ഷേത്രത്തിൽ തന്നെ മറ്റൊരു കോവിലിൽ ഈ സ്വയംഭൂലിംഗം പ്രത്യേകമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വാത്മീകീശ്വരൻ എന്ന പേരിൽ വിഖ്യാതമായ ഈ ശിവലിംഗം അറിയപ്പെടുന്നു. രാവണവധത്തിനു ശേഷം ശ്രീരാമൻ, സീത, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന, ഹനുമാൻ എന്നിവരോടൊപ്പം സ്വന്തം കൈകളാൽ പ്രതിഷ്ഠിച്ച ഒരു ശിവലിംഗവും ഇവിടെയുണ്ട്. രാമലിംഗേശ്വരൻ എന്ന പേരിൽ വിഖ്യാതമായ ഈ ശിവലിംഗം ക്ഷേത്രത്തിൽ മറ്റൊരു സന്നിധിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അപരരാമേശ്വരം എന്നും ഈ സന്നിധി അറിയപ്പെടുന്നു. രാമേശ്വരം തീർത്ഥാടനത്തിന്റെ അതേ ഫലങ്ങൾ ഈ ക്ഷേത്ര ദർശനം കൊണ്ടും സാധ്യമാകുന്നതാണ്. മരതാംബിക എന്ന പേരിൽ പാർവതി ദേവി പ്രത്യേകം സന്നിധിയിൽ കുടികൊള്ളുന്നു. വളർന്നുകൊണ്ടിരിക്കുന്ന സാളഗ്രാമ ഗണപതി വിഗ്രഹം പ്രത്യേകം കോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മുരുകൻ, ശ്രീരാമൻ, സീത, ഹനുമാൻ, കാലഭൈരവൻ തുടങ്ങിയ ദേവന്മാരുടെ സന്നിധികളും ഈ ക്ഷേത്രത്തിലുണ്ട്. ലവകുശന്മാരുടെ പാദമുദ്ര പതിഞ്ഞ ഒരു പീഠവും ഇവിടെയുണ്ട്. അപ്പർ, സുന്ദർ, തിരുജ്ഞാന സംബന്ധർ തുടങ്ങിയ ശൈവജ്ഞാനികൾ തേവരം പാടി സ്തുതിച്ച മഹാക്ഷേത്രമാണിത്. കൂവളം, വേപ്പ് തുടങ്ങിയ ക്ഷേത്ര സസ്യങ്ങൾ ക്ഷേത്രവളപ്പിൽ നിറയെ പന്തലിച്ചു നിൽക്കുന്നു. ഗംഗയ്ക്ക് സമമായി അരണി എന്നൊരു നദിയും ഇതുവഴി ഒഴുകുന്നുണ്ട്. സകല ദേവീദേവന്മാരുടെയും സാന്നിധ്യമുള്ള ഈ ശിവക്ഷേത്രം ഭഗവാൻ ആദ്യമായി പ്രദോഷത്തിൽ നടനമാടിയതുകൂടിയാണ്. ആദ്യമായി പ്രദോഷ പൂജ നടന്നതും ഇവിടെയാണ്. അതിനാൽ പ്രദോഷ ക്ഷേത്രമെന്നും സുരുട്ടുപള്ളി അറിയപ്പെടുന്നു. പള്ളികൊണ്ടേശ്വര ക്ഷേത്ര ദർശനത്താൽ സകല രോഗദുരിതാദികളും നീങ്ങും. വിഷഭയം അസ്തമിക്കും. ശിവജ്ഞാനം ലഭിക്കും. അതിനാൽ മോക്ഷവും ലഭിക്കും. സംശയമില്ല. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാൻ എറണാകുളം, ആർക്കോണം, ചെന്നൈ റെയിൽവേ റൂട്ടിൽ തിരുവള്ളൂരിൽ റെയിൽവേ നിലയമുണ്ട്. ഇല്ലെങ്കിൽ ആർക്കോണം ജംഗ്ഷനിൽ ഇറങ്ങുക. അവിടെ നിന്ന് ആർക്കോണം, ചെന്നൈ സബ്സർബൻ ട്രെയിൻ എപ്പോഴും ലഭിക്കും. തിരുവള്ളൂരിൽ ഇറങ്ങുക. ഇവിടെ നിന്ന് ഊറ്റുകോട്ടയ്ക്ക് ബസ് ലഭിക്കും. തമിഴ്നാട്, ആന്ധ്ര സർക്കാർ സ്വകാര്യ ബസ്സുകൾ ലഭിക്കും. ഊറ്റുകോട്ടയിൽ നിന്നും 3 കിലോമീറ്റർ ദൂരം.